ബാക്കിയൊന്നും എന്റെ പടമൊക്കെ വല്ല ഇറങ്ങണമെങ്കിൽ റിവ്യൂ പറഞ്ഞാക്കണ്ട. അത് ലാസ്റ്റ് റിവ്യൂ ആയിരിക്കുള്ളൂ. തമാശരിക്കുള്ളൂ. അതിനുള്ള വിവരമൊന്നുമില്ല. അതൊക്കെ നല്ല ആമ്പിള്ളയുടെ കൈ കിട്ടാത്തോണ്ടാണ്. മനസ്സിലായ? ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും. അതിന് പുറത്തു നിന്നോട്ടോ. റിവ്യൂ പറയുന്നത് മോശമാണെന്നാണോ മറ്റു? പിന്നെ എന്താ കൊറേ ഊളകള് വീട്ടിൽ മാറി കുത്തിരിക്കുന്ന ഊളകളുണ്ട്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഇതും കേട്ടിട്ട് അയ്യ അവൻ പറഞ്ഞത് പൊട്ടപ്പടമാണ് മണ്ടപ്പടമാണ് പോണ്ട. മനസ്സിലായില്ലേ? റിവ്യൂ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ച ആറട്ടെണ്ണനോ ക്രിസ്റ്റഫറിനോടാണ് ഞാൻ വരുന്നത്. പെട്ടെന്ന് യശശേരിക്കനായ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളൂ. വെയിലും മഴയില്ല കഷ്ടപ്പെട്ടാണ് ഒരു സിനിമ ചിത്രീകരിക്കുന്നത്. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ. അത് നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ്. നിങ്ങൾക്ക് ഒരു വിലയില്ല. ഒരു പഞ്ച് ഡയലോഗ് അടിച്ചാണ്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പറയുന്ന കഷ്ടപ്പാടും തരണം ചെയ്തിട്ടാണ് നമ്മളും വന്നിരിക്കുന്നത്. ഒരുമാതിരി കണ്ണി ചോരയിലെ വർത്താനം പറയടേ. കഷ്ടപ്പാട് എനിക്കുണ്ട്. ഞാൻ പറയുന്നത് മറ്റേ സിനിമയെ ദോഷപരമായിട്ട് ബാധിക്കുമെന്ന് തോന്നണില്ല. കാരണം എന്റെ ചിലപ്പോ ചില സമയത്തുള്ള പാട്ട് ഡാൻസ് ചിലപ്പോ ഓവറായിട്ട് തോന്നിയേക്കാം. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ബാക്കിയൊന്നും എന്റെ പടമൊക്കെ വല്ല ഇറങ്ങണമെങ്കിൽ റിവ്യൂ പറഞ്ഞാക്കണ്ട. അത് ലാസ്റ്റ് റിവ്യൂ ആയിരിക്കുള്ളൂ. എന്റെ അനിയന്മാര് നോക്കിക്കോളും. ബാക്കി നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. എനിക്ക് ഈ കൊച്ചിയിൽ മാത്രമല്ല അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഉള്ളത്. ഈ കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ കണക്ട് ആണ്. കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യുവന്മാരുടെ ഇടിയുണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. അലിൻ ജോസിന് അങ്ങനെ ഭീഷണി വന്നിട്ടുണ്ടോ? ഇനി റിവ്യൂ പറയരുതെന്നും പറഞ്ഞു. ഇഷ്ടം പോലെ തമ്പ്രാനിട്ട് ചറപറാന്നായതുകൊണ്ട് എണ്ണാനൊന്നും പറ്റില്ല. ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നില്ല. നമ്മ വീട്ടിൽ കയറി പണിയാണ്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കുടുംബത്തുകാർ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. ഫോട്ടോ വെച്ചിലേക്കൊക്കെ ഒന്നും വന്നില്ലല്ലോ റിവ്യൂ. അതാണ് നിനക്കൊക്കെ പറ്റിപ്പോയത്. ഫോട്ടോ വെച്ചിലേക്ക് വന്നേച്ചെങ്കിലേ അവ ഇടിച്ചുറക്കും. ഇനി എന്ത് ചെയ്യും? പിന്നെ നീ റിവ്യൂ എന്ന് പറഞ്ഞ വാക്ക് തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കണതേനെ, മറന്നു കളതേനെ. മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. ഫോട്ടോ വെച്ചിലേക്ക് വന്ന റിവ്യൂ പറയാം ഒരു ദിവസം. എന്തിനാണാവോ EVM-ലും അജന്തയിലൊക്കെ വന്നിട്ട് അടിപൊളി ഏരിയനോടാ. ഒരു ദിവസം കൊണ്ട് വരാത്തത് നല്ല ലൊക്കേഷനാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അവിടെ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടും. ഉപ്പുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ഉപ്പുള്ള എന്റെ പൊന്നുണ്ണിക്കുട്ട അതങ്ങനെ കോടാണ്. നീ വണ്ടി എറാ. അത് ഉപ്പുള്ള മാത്രം കുടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൽബോ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ആശ്വാസമായിരിക്കും നിനക്ക്. പ്രൊട്ടക്ഷൻ വേണം ഇവനും. പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ വേണം. എൽബോ ട്രീറ്റ്മെന്റ് കൂടിയുണ്ടോ നീ? എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ കിട്ടാറുണ്ട്. എന്താ എൽബോ ട്രീറ്റ്മെന്റ്? എൽബോ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുനിച്ചങ്ങാട് നിർത്തിയിട്ട് കൈ മടക്കി 6-ാം വാരിക്കിട്ടിരിക്കുന്ന പോക്കർത്തരത്തിന്റെ പുതിയ പേരോ പെടലി ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് എൽബോ. ബാലപീഡനത്തിന് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കാൻ പോവാ. നിനക്ക് വേണോ? നല്ല അവസാനം വേണ്ട കണ്ടാത്തോണ്ട. എടാ നീ പൈസ കിട്ടാനും നിനക്ക് അതിന് ഫെയിം കിട്ടാനും പൈസ കിട്ടാനല്ലേ നീ തുടങ്ങിയത്. യാതൊരു പണിയെടുക്കാൻ പാടത്ത് തന്നെ വേറൊരു സ്ഥലത്ത് പണിക്കെടുക്കൂല. ഇവിടെ മേലെക്കാലം പണിയെടുത്തിരിക്കും ശീലമായി പോയി. എന്നെ വേർപ്പിക്കല്ലേ മുതലാളി. എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ അങ്ങനെ അറട്ടണിൽ അവര് ഇവരെങ്ങനെ വന്ന് ഡാൻസ് കളിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഇപ്പൊ അറട്ടണിലൊക്കെ? എനിക്കത് ശീലമില്ല. എനിക്കില്ല. ഞാൻ അഭിപ്രായം പറയാൻ ഞാനൊരു ഒന്നുമല്ല. പോട്ട് തൊല്ല കേസാണ്. വാളി പിള്ളേരാണെന്ന് തോന്നുന്നു. നമ്മൾ വല്ല പറഞ്ഞോണ്ടിരുന്ന പിന്നെ കാണാ കൊണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ.